പറയുന്ന കമ്പനിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജറാണ്. ഒന്ന് ആദ്യമായിട്ട് പ്ലാൻ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം എന്തുകൊണ്ട് മനസ്സിലായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വരുമാനങ്ങളും അല്ലെങ്കിൽ മേഖലകളും രീതികളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു വീട്ടമ്മയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇതേപോലെ പ്ലാൻ കേട്ട് വലിയ രീതിയിലൊന്നും മനസ്സിലാവാതിരുന്ന സമയത്ത് ആ പ്ലാൻ കൃത്യമായിട്ട് അറിയുന്ന ആളുകളോട് വീണ്ടും ചോദിച്ച് മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് ഇത്ര ആളുകളുടെ മുന്നിലിരുന്നു കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു അല്ലെ? ഉമ്മയത്ത് നിന്നാണ് മേഡത്തിന്റെ പേര്. ഇപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെ? മേഡം ഇന്ന് 4ാമത്തെ റാങ്കിലാണ്. ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുണ്ടാവും. മാസം ഒരു 10-20,000 രൂപയ്ക്ക് മുകളിൽ പെർഫോമൻസ് ബോണസ് അടക്കം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉമൈമത്ത് മേഡത്തിന് ഇത് എങ്ങനെ സാധിച്ചു അല്ലെ? നമ്മളെപ്പോലെ തന്നെ പ്ലാൻ കേട്ട് വന്നയാളാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജികാർഡ്. ഇതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം പറഞ്ഞുതരാം. ഫിജികാർഡ് എന്ന് പറയുന്നത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്, ഒരു പുതിയൊരു സംരംഭം. ഇപ്പൊ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ അറിയാത്ത ആൾക്കാരില്ല അല്ലെ? അതിന്റെ ചെയർമാൻ ബോബി ചെമ്മണ്ണൂരാണ്. ബോച്ചെ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 160 വർഷത്തിലധികം ബിസിനസ് പാരമ്പര്യമുള്ള ഇന്നത്തെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. 1863 ബിസിനസ് തുടങ്ങിയ ഫാമിലിയാണ് ചെമ്മണ്ണൂർ ഫാമിലി. അതിന്റെ 4ാം തലമുറക്കാരനാണ് ബോച്ചെ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ. ഏകദേശം 10,000 കോടിക്ക് അടുത്ത് ടേൺ ഓവറുള്ള കമ്പനിയായിട്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് 161 വർഷം കൊണ്ട് വളർന്നു. പക്ഷെ ഈ പൈസയൊക്കെ പോയത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിലേക്കാണ്. നമ്മുടെ ആരെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല അല്ലെ? അപ്പൊ ബോബി ചെമ്മണ്ണൂർ എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മേഡം വളരെ കൃത്യമായി പ്ലാൻ പറഞ്ഞു. 55-ലധികം ജ്വല്ലറികളുണ്ട്. ചിട്ടി, നിധി, മൈക്രോ ഫിനാൻസ്, ബോബി ബസാർ, ഓക്സിജൻ റിസോർട്ട്, കാരവൻ ടൂറിസം, ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ബോച്ചേട്ടി, അതേപോലെ ഫിജികാർഡ് ഒഴികെയുള്ള മറ്റെല്ലാ കമ്പനിയിലൂടെയും കിട്ടുന്ന ലാഭം മുഴുവൻ ചെമ്മണ്ണൂരിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കമ്പനിയിൽ നിന്നും ഫിജികാർഡിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ എന്തിനാണ് ഈ പ്ലാൻ ഇന്നിവിടെ കേട്ടിട്ടുള്ളത്? ഈ ചോദ്യമാണ് നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവുക. എനിക്ക് എന്താണ് നേട്ടം? എനിക്ക് ഇതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത്? ഫിജികാർഡിന്റെ പ്രത്യേകത, ബോബി ചെമ്മണ്ണൂർ 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 2018 കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണ് ഫിജികാർഡ്. 100 കോടി ഇൻവെസ്റ്റ് ചെയ്താണ്. അപ്പൊ ഈ കമ്പനിയിലൂടെ ഫിജികാർഡിലേക്ക് വരുന്ന ലാഭം 100 രൂപയാണെങ്കിൽ അതിൽ 42 രൂപ ഈ കമ്പനിയിലൂടെ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഫിജികാർഡിലൂടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിലേക്ക് എത്തുന്ന ലാഭത്തിൽ 100 രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 42 രൂപയും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് കിട്ടുക. ഇപ്പോൾ ഫിജികാർഡ് ഒഴികെയുള്ള അദ്ദേഹത്തിന്റെ കമ്പനികളിലൊക്കെ ഒരുപാട് സ്റ്റാഫ്, തൊഴിലാളികൾ അല്ലെ? അവരുടെ ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. ഫിജികാർഡിൽ തൊഴിലാളികളില്ല. ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവർ തൊഴിലാളികളല്ല, പാർട്ട്നേഴ്സാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കി മാറ്റാനാണ് അദ്ദേഹം ഫിജികാർഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 100 കോടി ഇൻവെസ്റ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. 2018 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു കമ്പനി അല്ലെ? അപ്പോൾ ഈ കമ്പനിയുടെ പ്രത്യേകത, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു കമ്പനിയാണ്. ബോബി ചെമ്മണ്ണൂർ ഒന്നും വെറുതെ തുടങ്ങൂല, എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ആ പ്ലാനിൽ ചിലപ്പോൾ ഒരു പേജ് ചിലപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ കമ്പനി എന്താണ്, വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്.
ലോകത്തിൽ തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകൾ. ഈ മേഖലകൾ ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്ര പരിചിതമല്ലെങ്കിലും ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവഡ് ആണ്. അതിലൊന്ന് പറഞ്ഞത് ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷം, ഫിജിക്കാൾ വന്നതിന് ശേഷം. അല്ലെ, നമ്മളെല്ലാവരും ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ മീഷോ, മിന്ത്ര, ഗൂഗിൾ പേ. ഇപ്പൊ ഇ കൊമേഴ്സിലൂടെ നമ്മൾ വരുമാനം വാങ്ങണോ, ഇ കൊമേഴ്സ് നമ്മൾ ഉപയോഗിക്കണോ, എനിക്ക് അതിലൊക്കെ വലിയ കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെറിയൊരു ട്രാൻസാക്ഷൻ നടത്താനും ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അല്ലെ, നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും നമ്മളൊരു സുഹൃത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ അയാൾക്കൊരു 100 രൂപ അയക്കണമെങ്കിലും നമ്മൾ ബാങ്കിൽ പോകണം. ചിലപ്പം 100 രൂപ മുടക്കിയിട്ട് വേണ്ടിയിട്ട് 100 രൂപ അയക്കാൻ പോകാം. ശരിയല്ലേ? ഇന്ന് ആരെങ്കിലും പോവോ? ഇല്ല. നേരെ ഫോൺ എടുക്കുന്നു, ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എടുക്കുന്നു, പൈസ അയക്കും. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായത്? ഇതും ഫ്രീ ആയിട്ടാണ് അയച്ചത് പൈസ? ഇല്ല, ഇത് അയക്കാനുള്ള ഫോൺ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയത് അല്ലെ. ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും വേണ്ട. എല്ലാ മാസവും റീചാർജ് ചെയ്യണ്ടേ? ഒരു 350 രൂപയെങ്കിലും വേണ്ടേ റീചാർജ് ചെയ്യാൻ? അപ്പൊ ഒരു 10 മാസത്തേക്ക് 3500 രൂപയില്ലേ അല്ലേ? 20 മാസത്തേക്ക് 7000 രൂപയില്ലേ? മാസം 7000 രൂപയ്ക്ക് അധ്വാനിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അല്ലേ? അപ്പൊ അവരുടെ ഒരു മാസത്തെ അധ്വാനല്ലേ 7000 രൂപ. ആ 7000 രൂപ അവർ ചെലവാക്കുന്നതിനാ റീചാർജ് ചെയ്യും. ഇപ്പൊ കാലഘട്ടം മാറി അല്ലെ. നമ്മൾ എന്തൊക്കെ രീതിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സിസ്റ്റമാണ് നിലവിൽ. 10,000 രൂപയുടെ ഫോൺ ചെയ്താലും മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇ കൊമേഴ്സിലൂടെ വരുമാനം വരാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ആമസോൺ എങ്ങനെയാണ് ഇത്രയും അധികം കോടികൾ വരുമാനം വാങ്ങുന്നത്? കച്ചവടം ചെയ്തില്ല അല്ലേ. ആമസോൺ 2013 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 39 കോടിയിലധികം ആളുകൾ ആമസോണിന്റെ കസ്റ്റമേഴ്സ് ആണ് ഇന്ത്യയിൽ. 39 കോടി. അത് ഞാനൊക്കെ പോകും. നിങ്ങൾ എല്ലാവരും ഫോണിൽ ആമസോൺ അല്ലേ അല്ലേ? ജെഫ് ബെസോസ് വന്ന് ഇൻസ്റ്റാൾ ചെയ്താണോ? അയാൾ പറഞ്ഞിട്ട് ചെയ്താണോ? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഫോണ് നമ്മുടെ പൈസ കൊണ്ട് റീചാർജ് ചെയ്യുന്നു. അതിൽ ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അമേരിക്കക്കാരൻ നമ്മളെ വീട്ടിലേക്ക് ഒരു കട ഇട്ടു, ആമസോണിന്റെ ഒരു കട ഇട്ടു. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ആമസോണിൽ കൂടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല, ചിലപ്പോൾ പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. എന്നാലും 2023-24 സാമ്പത്തിക വർഷത്തിൽ ആമസോണിന്റെ ഇന്ത്യയിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 25,400 കോടിയാണ്. കച്ചവടം നടത്തിയിട്ട് ജെഫ് ബെസോസ് ഇന്ത്യ കണ്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് അല്ലേ. അയാൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെ ഇന്ത്യയിലൂടെ 25,400 കോടി രൂപ സമ്പാദിച്ചു. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാം. വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ഫ്ലിപ്കാർട്ട് വെറുതെ നോക്കിയാൽ മതി. ഇത് രണ്ടാണ് നമുക്ക് കൂടുതൽ പരിചയം ഉണ്ടാകുക. ഏകദേശം ഒരു 17,000 കോടി രൂപ ഇവരും ഉണ്ടാക്കി. ഇതൊക്കെ നമ്മുടെ പൈസയാണ് അല്ലേ. ആമസോൺ ആപ്പ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിൽ കൂടി പരസ്യം ഉണ്ടാവും. സാധനം വാങ്ങണമെന്നില്ല, അതിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരും. ഇത് നമ്മൾ കാണൂലേ? അപ്പോഴും അയാൾക്ക് പൈസയാണ്. നമ്മളെ വിചാരം എപ്പോഴും ഡെയിലി 8 മണിക്കൂർ പണിയെടുത്താൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഈ 8 മണിക്കൂർ ജീവിതകാലം മുഴുവൻ എടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. അത് അതേപടി തന്നെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ഇത് കൊണ്ടുപോകാൻ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ രാമേട്ടൻ്റെയോ അല്ലെ മജിദക്കൻ്റെയോ കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ പൈസ പോകാം. ഇപ്പൊ ഫോൺ തുറന്ന അപ്പം പോകും പൈസ അല്ലേ. നമ്മൾ 8 മണിക്കൂർ കഷ്ടപ്പെടും, പൈസ വാങ്ങിക്കൊണ്ടൊരു പുതിയ ആൾക്കാർ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങും. മൈക്രോ ഫിനാൻസ് അല്ലേ. 1 ലക്ഷം വേണോ, 2 ലക്ഷം വേണോ? വേണം എന്നുള്ള ചാടി എടുക്കും. പക്ഷെ 5 കൊല്ലം കൊണ്ട് നമ്മൾ 5 ലക്ഷം കൊണ്ടുവരും അല്ലേ. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. സമ്പാദിക്കുന്ന എങ്ങനെയാണെന്നുള്ള ആരും പഠിപ്പിച്ചിട്ടില്ല അല്ലേ. 1 രൂപ എങ്ങനെയാ 2 രൂപയാക്കാൻ നമുക്ക് അറിയണം. നമുക്ക് ആകെ അറിയുന്ന പണി 8 മണിക്കൂർ പണിയെടുത്താൽ പൈസ കിട്ടും അല്ലേ. മാസം ഒരു 12,000 രൂപ കിട്ടാൻ ലക്ഷങ്ങൾ ചെലവാക്കാൻ നമ്മൾ തയ്യാറാണ് അല്ലേ. ഒരു നേഴ്സ് ആണെങ്കിൽ 4 കൊല്ലം പഠിക്കണം, ഒരു 5-8 ലക്ഷം രൂപ ചെലവാക്കണം. എന്നിട്ട് 12 മണിക്കൂർ പണിയെടുത്താൽ
മാസം 10,000 12,000. ഇതൊക്കെ തമ്മിൽ ഒരു ടാലി ആവുന്നുണ്ടോ? അതൊരു സേവനമൊക്കെയാണ്, സംഭവമൊക്കെ ശരിയാണ്. നഴ്സിംഗ് എന്ന് പറയുന്ന മേഖല സേവനമാണ്, മാലാഖമാരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതേ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആയാലും ഓരോ കയ്യിൽ നിന്നും പൈസ കൊടുക്കണ്ടേ? അല്ലേ? ഇവിടുത്തെ നേഴ്സാകുമ്പോൾ പൈസ വാങ്ങാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് സാധാരണക്കാരൻ പണക്കാരനാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ടോട്ടൽ 900 കോടിക്കടുത്ത് ജനങ്ങളുണ്ട്. ഈ ലോകത്തിൽ 900 കോടിക്കടുത്ത് ജനങ്ങളുണ്ട്. ഈ ജനങ്ങളെ മൊത്തം നമ്മളൊക്കെ പെടുന്ന ഈ ജനവിഭാഗത്തിനെ ഒരു 4 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന് വേണമെങ്കിൽ 2 വിഭാഗമാക്കി തിരിക്കാം. പാവപ്പെട്ടവൻ പണക്കാരൻ, അതായത് പാവപ്പെട്ടവന്റെ ആ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എംപ്ലോയി, രണ്ടാമത് സെൽഫ് എംപ്ലോയി. അതായത് കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ അധ്യാപകൻ, ഇതേപോലെ ഗവൺമെന്റ് ജോലിക്കാർ, ഇവരൊക്കെ എംപ്ലോയീസ് ആണ്. മാസം ഒരു ഫിക്സഡ് വരുമാനം അല്ലെങ്കിൽ ഡെയിലി കൂലി. രണ്ടാമത്തെ വിഭാഗമുണ്ട് സെൽഫ് എംപ്ലോയി. ഇവർ വേണമെങ്കിൽ ഒരു 4-5 ആൾക്കാരെ വെച്ച് പണിയെടുപ്പിക്കും. ചെറിയൊരു കടയൊക്കെ തുടങ്ങി അതിൽ തൊഴിലാളികളൊക്കെ വെച്ച് അവരും സെൽഫ് എംപ്ലോയി ആണ്. ഇവരൊരു പ്രത്യേകത ഉണ്ട്, ഇവർ മരിക്കുന്നത് വരെ കടക്കാരായി. ശരിയാണോ അല്ലയോ? 99%. 1% അങ്ങനെ നിന്നോട്ടെ, ഞാൻ 100% പറയുന്നില്ല. 99% ഞാൻ മാതൃഭൂമി പത്രത്തിൽ വർക്ക് ചെയ്യാറ്, ശമ്പളത്തിന് വർക്ക് ചെയ്തിട്ട്, കൂലിപ്പണി എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ബിസിനസ് ചെയ്ത് പരിചയമില്ല, അതേ ബിസിനസ് ചെയ്ത് ചെയ്യാറുള്ളത്. അപ്പം ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി മരിക്കുന്നത് വരെ അല്ലെ നമ്മൾ കൈമാറി കൊടുക്കുന്നത് എന്താണ്? കടങ്ങളാണ് നമ്മൾ ഇങ്ങനെ കൈമാറി കൊടുക്കുന്നത് അല്ലെ. ഓരോ തലമുറയായിട്ട് നമ്മളെ 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഇങ്ങനെ കടക്കാരാവാതിരിക്കണമെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. സാധാരണ ജീവി കൂലിയും ശമ്പളം മാത്രം വാങ്ങി ജീവിതാലും കൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവന് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ കടക്കാരനല്ലാതെ ജീവിക്കാൻ ഒരു ചാൻസ്. കാരണം എന്താ? ഒരു സാധാരണക്കാരാണെങ്കിൽ ഒരു വീട് വേണം അല്ലേ? ഇനിയിപ്പോൾ അയാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, നന്നായി കഷ്ടപ്പെട്ട് PSC പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അയാളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് വീട്ടിൽ പറയുമ്പോൾ മോനെ പഴയ വീടാണ്, അച്ഛന് കൂലിപ്പണിയായതുകൊണ്ട് വീടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, നമുക്കൊരു വീട് ഉണ്ടാക്കണം. ഏകദേശം എത്രയോ ഈ ഒരു ജോലിക്കാരനൊക്കെ അല്ലേ, അത്യാവശ്യം നല്ലൊരു വീട് വേണ്ടേ? ഒരു 25 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ? അത്യാവശ്യം നല്ലൊരു വീട് ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപയെങ്കിലും വേണം. എന്ത് ചെയ്യും? PSC പഠിക്കുമ്പോൾ കാണില്ല, ജോലി കിട്ടുമ്പോൾ കാണില്ല, ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ 25 ലക്ഷം വേണം വീട് ഉണ്ടാക്കാൻ. നേരെ ലോൺ അപ്ലൈ ചെയ്യുന്നു, 25 ലക്ഷം രൂപ അല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്? ഈ 25 ലക്ഷം മാസം 10,000 വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ഇയാൾ എത്ര വർഷം 25 ലക്ഷത്തിന് കടക്കാരനായിരിക്കും? ഒരു ഗവൺമെന്റ് എംപ്ലോയി എത്ര വർഷമായിരിക്കും? ചുരുങ്ങിയത് 20 വർഷം. മാസം 10,000 വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 10 വർഷം 12 ലക്ഷം, 20 വർഷം 24 ലക്ഷം. എന്നാലും തീരൂല. ഇത് വെറുതെ കൊടുക്കില്ലല്ലോ, പൈസ ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഒരു 25 കൊല്ലം, ആകെ 30 കൊല്ലം സർവീസ് ഉണ്ടാവും. അതിൽ 25 കൊല്ലവും ഇയാൾ ഈ വീടിന്റെ കടക്കാരനായി. അപ്പൊ ഇത് മാത്രം മതിയോ? കല്യാണമായില്ലേ? അപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് കല്യാണത്തിന് പോകുമ്പോ ഒരു കാറൊക്കെ വേണ്ടേ അല്ലേ? അപ്പൊ ഒരു 5 ലക്ഷം 6 ലക്ഷം അല്ലേ? ചുരുങ്ങിയത് ഒരു 7 ലക്ഷം കൊടുത്താൽ 8 ലക്ഷം കൊടുത്താൽ ഒരു ടാറ്റ തിയാഗോയെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ ഇയാളെ 25 ലക്ഷം കടം 8 ലക്ഷം കൂടി എത്രയായി? 33 അല്ലേ? എല്ലാ സ്ഥലത്തും കാറെടുത്ത് പോകാൻ പറ്റും അല്ലേ? അടുത്ത കാലത്തൊക്കെ കൂടെ ഒരു ബൈക്ക് വേണ്ടേ? ചുരുങ്ങിയത് 1.5 ലക്ഷമെങ്കിലും ഒരു ബൈക്ക് വേണം അല്ലേ? അപ്പൊ അയാൾ എത്രയും കടം? 34 ലക്ഷം അല്ലേ? അപ്പൊ കല്യാണം വെറുതെ വയ്ക്കാൻ പറ്റും? ഭാര്യകളുടെ ചുരുക്കി പറഞ്ഞാൽ ഒരു PSC എഴുതിയൊരു ജോലി കിട്ടുന്ന ഒരവസ്ഥ ഒരു 5-10 കൊല്ലം കൊണ്ട് ഒരു 10-35 ലക്ഷം അല്ലെങ്കിൽ നല്ല ആസ്തിയൊക്കെ ഉണ്ടാവും അല്ലേ? പാരമ്പര്യമായി തന്നെ ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ അല്ലേ? ഞാൻ മാതൃഭൂമിയിൽ ഏകദേശം ഗവൺമെന്റ് ജോലി പോലത്തെ ജോലി തന്നെയാണ്. നല്ല എല്ലാ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. 60 വയസ്സ് വരെ ഒന്നും ചിന്തിക്കാതെ പണിയെടുക്കുക. ഞാനൊരു 7 കൊല്ലം പണിയെടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യ അവസ്ഥ ഏകദേശം പോലൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത് പാരമ്പര്യമായി സ്വത്തും കാര്യങ്ങളൊന്നുമില്ല, അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലെ ആൾക്കാരുടെ അവസ്ഥ. ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിലെ ആൾക്കാർ തന്നെയാണ് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് എത്തുന്നത്. അതിലൊന്ന് ബിസിനസ്സുകാരാണ്, ഒന്ന് ഇൻവെസ്റ്റേഴ്സാണ്. ഈ ആൾക്കാർക്കാണ് ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങൾ മൊത്തം ആസ്വദിക്കാനുള്ള എന്തുള്ളത് വിചാരിച്ച സാധനം അല്ലേ? ഇവരെ കയ്യിൽ അല്ലേ നാട്ടിൽ 5 ലക്ഷത്തിന് കാറുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് കാറുണ്ട്,
1 കോടിക്കുണ്ട്, 2 കോടിക്കുണ്ട്, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാത്തിനും ആക്സിഡന്റ് ഇറക്കിയാൽ തന്നെയല്ലേ പോവുക അല്ലേ? അപ്പൊ ഈ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവര് ജനിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ആയതൊന്നല്ലോ. ഇപ്പൊ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോൾ തൊട്ടേ കോടീശ്വരനല്ല, അവർ മാറാൻ തയ്യാറായി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ ചിന്തിച്ചൊരു കാര്യം, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല, കൂലിയും ശമ്പളവും പ്രോഫിറ്റും ഉണ്ട് അല്ലെ? കൂലിയും ശമ്പളവും വാങ്ങുന്ന ഒരു അവസ്ഥ ഏകദേശം ഇതാണ്. ഞാൻ നേരത്തെ ശമ്പളമുള്ള ഒരു കാര്യം പറഞ്ഞത് അല്ലെ? അപ്പൊ കൂലിപ്പണിക്കാരന്റെ കാര്യം പറയും വേണ്ട, എന്തായിരിക്കും അവസ്ഥ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രോഫിറ്റ്, ലാഭം വാങ്ങുന്ന ഒരു മേഖല, അതാണ് ബിസിനസ്. നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നില്ല അല്ലെ? അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നില്ല, നാട്ടുകാർ പഠിപ്പിക്കുന്നില്ല, ആരും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് ബിസിനസ് ചെയ്യാന്നുള്ളത്. ഒരുത്തനെ ഞാൻ ബിസിനസ് ചെയ്യാൻ അറിയി കഴിഞ്ഞാൽ അവനെ പിടിച്ചേക്കാൻ 100 ആൾക്കാരുണ്ടാവും. അവനെ വെറുതെ പൈസ കൊണ്ടുപോയി കളയണ്ട അല്ലെ, നഷ്ടപ്പെട്ടു പോകും, വെറുതെ കയ്യാങ്കളിക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ സാധാരണക്കാർ ഇന്നും സാധാരണക്കാരായി തന്നെ ജീവിക്കാനുള്ള പ്രധാന പ്രശ്നങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു സാമ്പത്തിക വിദഗ്ധന്റെ കണക്കെടുപ്പാണ്. അതായത് റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞതാണ് ഈ 4 ക്വാഡ്രന്റ്: എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് മാൻ, ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ഈ ബിസിനസ്സുകാരനാവണമെങ്കിൽ ഈ ആദ്യ കാറ്റഗറിയിൽ നിന്ന് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല പൈസ വേണം. ഒരു 10 ലക്ഷം മുടക്കിയാലൊന്നും ഒരു വലിയ നല്ലൊരു ബിസിനസ്സുകാരനാണ് ബുദ്ധിമുട്ടാണ് അല്ലെ? 10 ലക്ഷം മുടക്കി എന്താ ചെയ്യാൻ പറ്റുക? നാട്ടിൽ മസാലക്കട ഇട്ട് കഴിഞ്ഞാലും ആ 10 ലക്ഷം മുടക്കി തിരിച്ച് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും പിന്നീട് കിട്ടുന്ന 1 രൂപയാണ് ഇയാളെ ലാഭം. ഇപ്പൊ ഫിസിക്കാർഡ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കാം? ഇത് കച്ചവടമാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ആമസോൺ ഇവിടെ 25,500 കോടി ഉണ്ടാക്കിയത് കച്ചവടം ചെയ്തിട്ടാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കച്ചവടം ചെയ്തിട്ടാണ് ആമസോൺ ഇന്ത്യയിൽ 25,400 കോടി രൂപ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കാർഡും ഒരു കച്ചവടമാണ്. ഈ കച്ചവടത്തിന് ലാഭം നമ്മൾ കിട്ടും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 1 രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ബിസിനസ് അറിയണം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത ഒരു പരിചയം വേണ്ട. നിങ്ങൾ ക്വാളിഫിക്കേഷൻ വിഷയമല്ല, ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, പ്രായ പ്രശ്നമല്ല, നിങ്ങളുടെ കഴിവും പ്രശ്നമല്ല. പക്ഷെ മാറാൻ തയ്യാറായ ഒരു മനസ്സ് വേണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾക്ക് ഒരവസരം കയ്യിൽ കിട്ടും. ആ അവസരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഫിസിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇപ്പൊ 2018 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ബോബി ചെമ്മണ്ണൂർ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി 2024 ആകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? ഞാനിത് ചെയ്യണോ വേണ്ടയോ? ഇത് ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇതിൽ വരുന്ന എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? ഇതിൽ വരുന്ന ആളുകൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയം അല്ലേ? ഇപ്പൊ 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബോബി ചെമ്മണ്ണൂർ 100 കോടി ഇൻവെസ്റ്റ് ചെയ്തത് 100 കോടിക്ക് പ്രോഡക്റ്റ് വാങ്ങി വെച്ചല്ല. ഈ നെറ്റ് ഓഫീസ് വേണം, ലോജിസ്റ്റിക് വെഹിക്കിൾ വേണം, വെയർ ഹൗസ് വേണം അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിക്കപ്പ് സ്റ്റോറുകൾ വേണം. അപ്പൊ അദ്ദേഹം 6 പ്രോഡക്റ്റ് ആണ് ഇതിൽ കൊണ്ടുവന്നത്. 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6 പ്രോഡക്റ്റുകൾ, വെൽനസ് പ്രോഡക്റ്റുകൾ. ഈ 6 പ്രോഡക്റ്റ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിലെ കച്ചവടം നടന്ന് സാധാരണക്കാർ ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 രൂപ ലാഭം കിട്ടുമ്പോൾ 42 രൂപ ആർക്ക് തരും? അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കിട്ടും. 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പോയി, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. 2018 പരിപാടി തുടങ്ങി. ഇന്ന് 2024 ആവുമ്പോഴത്തേക്കും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് ഏകദേശം 5000-നടുത്ത് പ്രോഡക്റ്റ് ഫിസിക്കാർഡ് എന്ന് പറയുന്ന കമ്പനി. അന്ന് 6 പ്രോഡക്റ്റ് എടുക്കാൻ നിർബന്ധിതരായിരുന്നത്. വെല്ലസ് എന്തിനാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ബിസിനസ് എന്തിനാണ് വെല്ലസ്, എന്താണ് വെല്ലസ്, ഇതിനുകൊണ്ട് ഉപയോഗം എന്താണ്, ഇത് നമ്മൾ ഉപയോഗിക്കണം, ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് അവർ ഇന്ന് കയറി നിന്ന പ്ലാറ്റ്ഫോമിന്റെ വലിപ്പം ഏകദേശം 600 കോടിക്ക് അടുത്ത് ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായിട്ട്. അപ്പോൾ ഫിസിക്കാർഡ് 600 കോടി ടേൺ ഓവറിലേക്ക് എത്തിയപ്പോൾ സാധാരണക്കാർക്ക് എന്താണ് നേട്ടം? നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർക്ക് എന്താ നേട്ടം? ഇപ്പൊ ആമസോൺ 25,400 കോടി ഉണ്ടാക്കി, നമുക്ക് എന്താ നേട്ടം? ലാഭം മുഴുവൻ അയാളുണ്ട്. പക്ഷെ ഫിസിക്കാർഡ് ഒരു 6 വർഷം കൊണ്ട് 600 കോടിയിലേക്ക് എത്തിയപ്പോൾ ഏകദേശം 250 കോടിക്ക് മുകളിൽ പേ ഔട്ട് കൊടുത്ത് സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക്. അത് നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ? അന്ന് വന്ന സമയത്ത് ഇതിൽ അരിയുണ്ടോ, പയറുണ്ടോ, പഞ്ചസാര ഉണ്ടോ, ഇലക്ട്രോണിക്സ് ഉണ്ടോ, കിച്ചൺ വെയർ ഉണ്ടോ, എങ്ങനെയൊക്കെ ഗോൾഡ് ഉണ്ടോ, ഡയമണ്ട് ഉണ്ടോ, പല പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ആളുകൾ പറഞ്ഞതൊക്കെ വരും,
ഗോപിച്ച മണ്ണൂരല്ലേ ചെയർമാൻ, ഇതെല്ലാം വരും അല്ലേ? സുഷമയോടെ ഇരിക്കുന്നു, മേളൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? അപ്പോൾ നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പൊ അന്ന് അത്രയും കഷ്ടപ്പെട്ട് അവർ ആ ബിസിനസ് വളർത്തിയത് കൊണ്ട് ഇന്ന് ഏകദേശം നിങ്ങൾ ആ ഫിസിക്കാൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ